എല്ലാവർക്കും മല്ലു ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും മാച്ച് അനാലിസിസുകളും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരെയുള്ള അവിശ്വസനീയമായ സെമി ഫൈനൽ വിജയത്തിനു ശേഷം ആവേശക്കടലായി ഇരമ്പിയാർക്കുന്ന സ്റ്റേഡിയത്തിലെ ആരവങ്ങൾ കെട്ടടങ്ങുന്നതിനു മുൻപേ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ക്യാമറ ഫ്ലാഷുകൾക്ക് നടുവിലേക്ക് സാക്ഷാൽ ലയണൽ മെസ്സി നടന്നുവന്നപ്പോൾ ആ രംഗം അക്ഷരാർത്ഥത്തിൽ ഒരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. വിജയിച്ചവന്റെ ആത്മവിശ്വാസത്തിനൊപ്പം ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും തെളിച്ചം ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. മൈക്കിനു മുന്നിൽ അല്പനേരം നിശബ്ദനായി നിന്ന ശേഷം തന്റെ ടീം അംഗങ്ങളെ അഭിമാനത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ മെസ്സി സംസാരിച്ചു തുടങ്ങി. ഈ വിജയം വെറുമൊരു ഭാഗ്യമല്ലെന്നും മറിച്ച് തങ്ങളുടെ ചോരയും നീരും നൽകി മൈതാനത്ത് നടപ്പിലാക്കിയ ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. എതിരാളികളുടെ തന്ത്രങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡെടുത്തപ്പോൾ അർജന്റീന വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്ന് മെസ്സി തുറന്നു സമ്മതിച്ചു. ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം ഒരു ഉരുക്കുകോട്ട പോലെയാണ് നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ മൈതാനത്ത് തങ്ങൾ നടപ്പിലാക്കിയ തന്ത്രം തിരിച്ചും വ്യത്യസ്തമായിരുന്നു. ഗോൾ വഴങ്ങിയെങ്കിലും ഒട്ടും സംയമനം കൈവിടാതെ പന്ത് പരമാവധി തങ്ങളുടെ കാലുകളിൽ തന്നെ നിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ ഒരു വിടവ് വീഴുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനാണ് പരിശീലകൻ ലയണൽ സ്കലോണി നിർദ്ദേശിച്ചിരുന്നത്. ആ ക്ഷമയ്ക്കുള്ള ഫലമായിരുന്നു 85-ാം മിനിറ്റിൽ പിറന്ന ആ അത്ഭുത ഗോൾ. പെനാൽറ്റി ബോക്സിന്റെ എഡ്ജിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് തൊടുത്ത ആ ബുള്ളറ്റ് ഷോട്ട് ഇംഗ്ലീഷ് പ്രതിരോധത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുവെന്ന് മെസ്സി പറഞ്ഞു. ആ ഒരു ഗോൾ ഞങ്ങളുടെ ടീമിന് നൽകിയ ഊർജ്ജം അതിഭീകരമായിരുന്നു. തുടർന്ന് ഇഞ്ചുറി ടൈമിൽ താൻ നൽകിയ ക്രോസിൽ നിന്നും ലൗട്ടാരോ മാർട്ടിനസ് വിജയഗോൾ നേടിയതിനെക്കുറിച്ച് പറയുമ്പോൾ മെസ്സിയുടെ കണ്ണുകളിൽ വലിയൊരു തിളക്കമുണ്ടായിരുന്നു. താൻ പന്ത് നൽകുമ്പോൾ ലൗട്ടാരോ കൃത്യസമയത്ത് അവിടെ ഓടിയെത്തുമെന്നും തന്റെ ശരീരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവൻ ആ ഹെഡർ വലയിലാക്കുമെന്നും തനിക്ക് 100% ഉറപ്പായിരുന്നുവെന്ന് മെസ്സി വ്യക്തമാക്കി. ഞങ്ങൾ 2026 ലോകകപ്പ് ഉയർത്താൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും ഈ ടീം ലക്ഷ്യം വെക്കുന്നില്ലെന്ന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ വലിയ വിജയത്തിന്റെ സന്തോഷങ്ങൾക്കിടയിലും പത്രസമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് പത്രപ്രവർത്തകർ തന്റെ സഹതാരങ്ങളെയും ഫുട്ബോൾ ലോകത്തെ മറ്റു 2 ഇതിഹാസങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ മെസ്സിയുടെ സ്വരത്തിൽ വലിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഫൈനൽ പോരാട്ടം ഇതായിരുന്നില്ല എന്ന ആ തുറന്നുപറച്ചിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും വൈകാരികമായി സ്പർശിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു. ബ്രസീലിന്റെ നെയ്മറോ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ആയിരിക്കും ഫൈനലിൽ തങ്ങൾക്ക് എതിരാളികളായി വരികയെന്ന് താൻ ഒരു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നുവെന്ന് മെസ്സി വെളിപ്പെടുത്തി. വളരെ വികാരാതീതനായി അദ്ദേഹം തുടർന്നു. സത്യം പറയണമല്ലോ, ഈ ലോകകപ്പിന്റെ ഫൈനലിൽ ഞങ്ങളുടെ എതിരാളികൾ ബ്രസീലോ പോർച്ചുഗലോ ആയിരിക്കുമെന്ന് ഞാൻ അവസാന നിമിഷം വരെ വിശ്വസിച്ചിരുന്നു. നെയ്മർ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ, അവരിലൊരാളെ ഫൈനലിൽ നേരിടുക എന്ന എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായി ഈ ലോകവേദികളിൽ ഒരുമിച്ച് പോരാടുന്നവരാണ്. ഫുട്ബോൾ മൈതാനത്ത് ഞങ്ങൾ കടുത്ത എതിരാളികളായിരിക്കാം, എന്നാൽ പുറത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. റൊണാൾഡോയുടെ ആ അദമ്യമായ പോരാട്ടവീര്യവും നെയ്മറുടെ ആ മാന്ത്രിക ചുവടുകളുമില്ലാതെ ഫുട്ബോൾ എനിക്ക് ചിന്തിക്കാൻ പോലുമാകില്ല. ആ വലിയ ഫൈനൽ വേദിയിൽ അവർക്കെതിരെ കളിക്കുക എന്ന വെല്ലുവിളിയും ആ സൗഹൃദവും ഞാൻ വല്ലാതെ മിസ് ചെയ്യും. അവരില്ലാത്ത ഒരു ഫൈനൽ വേദി തീർച്ചയായും അല്പം അപൂർണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ വാക്കുകളിൽ നിറഞ്ഞ പക്വതയും എതിരാളികളോടുള്ള ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാൽ എന്ത് സംഭവിച്ചാലും ആ സുവർണ്ണ കിരീടം അർജന്റീനയിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് ലോകത്തിന് ഉറപ്പു നൽകിക്കൊണ്ടാണ് മെസ്സി തന്റെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചത്. എന്തായാലും സെമി ഫൈനലിലെ ഈ ഗംഭീര വിജയത്തിനു ശേഷം ലയണൽ മെസ്സിയുടെ ഈ ഹൃദയസ്പർശിയായ വാക്കുകളെക്കുറിച്ചും നെയ്മറിനെയും റൊണാൾഡോയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വികാരപരമായ പരാമർശത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ലോകകപ്പ് മെസ്സി തന്നെ ഉയർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ആവേശകരമായ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.